വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രൊഡക്റ്റാണ്. കാരണം എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയതാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റാണത്. റിംഗ് ലൈറ്റാണ്. നമുക്ക് റീൽസ് എടുക്കാൻ, അതുപോലെ വീഡിയോസ് എടുക്കാൻ, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത്. സംഭവം എന്താണ് എൻ്റെ സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബർത്ത്ഡേ ആണ് ഈ ഏപ്രിൽ 20 അപ്പോൾ എനിക്ക് മേടിച്ചു തന്നെ കേട്ടോ. ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഈ റിംഗ് ലൈറ്റ് ഭയങ്കര ഒരെണ്ണം വേണം, വാങ്ങണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയണം. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ആൾക്ക് സ്പീക്കർ മേടിക്കണം. അപ്പോൾ ഞാനും കുറേ വഴക്ക് കിട്ടി, സ്പീക്കർ ഇത്രയും പൈസ കൊടുത്ത് സ്പീക്കറൊക്കെ എന്തിനാണ് മേടിക്കണം, കാരണം ഇവിടെ കുറേ സ്പീക്കർ ഉണ്ട്, എല്ലാവരും സ്പീക്കറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വാങ്ങണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളിനോട് പറഞ്ഞത് എനിക്ക് എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞ് ആൾ ഓർഡർ ചെയ്ത്. അപ്പം ഞാൻ ഒരിക്കലും ഇവിടെ റൂമിൽ വന്ന് കയറി, ഞങ്ങൾ പുറത്ത് പോയപ്പോൾ റൂമിൽ വന്ന് കയറിയപ്പോഴാണ് ഇങ്ങനെ സാധനം ഇവിടെ നിൽക്കാനുണ്ട്. എനിക്ക് ഒരുപാട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ സാധനങ്ങളും ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് അത് നമുക്ക് ആ ടൈമിൽ കിട്ടാണ്ട് പെട്ടെന്ന് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ, അത് വല്ലാത്തൊരു ഫീൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷം ഇപ്പോൾ എൻ്റെ മുഖത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിങ്ങനൊരു ചെറിയൊരു ലെറ്റർ പോലെ കാണുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, ജസ്റ്റ് നോക്കി നോക്കാം നമുക്ക്. ആമസോണിൻ്റെ ബില്ലാണ് ഗൈസ്. അമ്പോ വേറെ സംഭവം ഉണ്ടല്ലോ, ഇത് നോക്കിയേ, ഇത് നോക്ക്. സംഭവം എൻ്റെ പേര് വെച്ചിട്ടും മുജി തന്നിട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഈ ഒരു ഗിഫ്റ്റും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് ബ്രാൻഡ് വരുന്നത് ഡിജിടെക് ആണ് കേട്ടോ. LED റിങ്, മോഡൽ നമ്പർ വരുന്നത് DRL 18H ആണ്. 60 വാട്ടാണ് പവർ ഔട്ട്പുട്ട് വരുന്നത്. കളർ ടെമ്പറേച്ചർ വരുന്നത് 3200 to 5600 ആണ്. പിന്നെ ഇലുമിനേഷൻ 5400 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, നമ്മുടെ ഇന്ത്യത്തെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യണേ. അമ്പോ അടിപൊളി ബാഗൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ നല്ലൊരു ബാഗൊക്കെ വരുന്നുണ്ട്. ഓപ്പണിങ്. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെയൊക്കെ അല്ലേ ഒരു സമയത്തുണ്ടായിരുന്നു ഭയങ്കര ലൈറ്റിൻ്റെ ഒരു സംഭവമുള്ള റീലൊക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടോ ബാക്ക് കണ്ടോ, ഇവിടെ രണ്ടോടത്തും ബാക്ക് ഇട്ട് യൂസ് ചെയ്യാം. പിന്നെ അത് പവർ ഓൺ ഓഫ്, പിന്നെ അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെത് ആണെന്ന് തോന്നുന്നു എവിടെയൊക്കെ വരുന്നത്. ഇത് വരുന്നത് കളർ ടെമ്പറേച്ചർ ഇതാക്കാനും, പിന്നെ അത് വരുന്നത് കളർ ചേഞ്ച് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ബാഗിലൊക്കെ നല്ല ഇതിൽ വേറെ എന്തോ സംഭവം കൂടി ഉണ്ട്. ജസ്റ്റ് പവർ ഓൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു വയറ് വരുന്നുണ്ട്. പിന്നെ ആ ഫോൺ ഫ്ലെക്സിബിൾ ആയിട്ട് നിർത്താനുള്ള, ഫോണൊക്കെ നമുക്ക് നല്ലതിൽ സെറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു ഹോൾഡർ വരുന്നുണ്ട്. ഇതും അതിലൊക്കെ പെട്ട ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇവിടെ. അപ്പോൾ അതിലൊക്കെ പറ്റിയ സംഭവം ഉണ്ടോ. പിന്നെ ഇതും അതിലങ്ങനെ എന്തോ സംഭവമാണ്, അറിയില്ല സംഭവം. പിന്നെ ഒട്ടുമിക്ക പ്രൊഡക്ട്സിലും നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്.
ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഈ ഒരു ബാഗിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള സ്റ്റാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോൾ 3 സെക്ഷൻ ആക്കിയിട്ട് വെക്കാം എന്നൊക്കെയാണ് ഇവർ പറയണത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്, അറിയില്ല. ജസ്റ്റ് ആഹാ, യെസ്, ജസ്റ്റ് നോക്കൂ, കണ്ടോ നമ്മുടെ ഇതിൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കമ്പനിയുടെ പേരൊക്കെ ഉണ്ട് ഇതിൽ കണ്ടോ. 3 സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സാധാ ലോക്കൽ പോലും നല്ല അത്യാവശ്യം പൈസ ഉണ്ട് ഇതിന്, അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ചില വീഡിയോസിലൊക്കെ നമ്മൾ ജസ്റ്റ് തുരുമ്പൊക്കെ കാണില്ലേ, ഇതിലങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് കാണാം. അപ്പം ഇത് ഇപ്പം ഞാൻ എൻ്റെ സൈസിനാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് ഹൈറ്റ് വെപ്പിക്കാൻ വേണ്ടി പറ്റും, ഹൈറ്റ് ആക്കാൻ പറ്റും. ഞാൻ കണ്ടില്ലേ, ഞാനൊരു ലെവൽ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് വലുതാക്കിയിട്ടില്ല. എനിക്കൊരു ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് റിങ്ങും കൂടി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ഈ ഒരു റിങ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിൽ നമ്മുടെ മൊബൈലൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിൽ 3 സ്പേസ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇതിൽ നടുക്കലാണ് ഞാൻ ചെയ്യുന്നത്. ഒരുവിധം എല്ലാവരും നടുക്കിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പം ഞാൻ അതേപോലെ നടുക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. ഇതിലുള്ള വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ലൈറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ കളറും ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കത് നോക്കാം. അമ്പോ അടിപൊളിയല്ലേ. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് ഇത്. ബ്രൈറ്റ്നെസ് കൂട്ടിയും കണ്ടാ ഭയങ്കര നല്ല കളറിങ് ഉണ്ട്. അടുത്ത് നിൽക്കാനൊന്നും പറ്റില്ല, കണ്ണൊക്കെ ഭയങ്കര കളർ വരുന്നു. ഇത് ഭയങ്കരമായിട്ട് കുറക്കാം. നല്ലൊരു വൈറ്റ് കളറാണ് കണ്ടത്. അത് നമ്മൾ നല്ല വാം കളറേക്ക് കൊണ്ടുപോകണതാണ്. ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഡാർക്കർ ഷെയ്ഡ് വരും. ഇതാകുമ്പോഴും നമുക്കൊരു മിഡിൽ ഒരു വൈറ്റിഷ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു നല്ലൊരു ബ്ലൂ ടച്ചൊക്കെ ഉള്ളൊരു വൈറ്റ് കളർ കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാനപ്പോൾ ഈ റിംഗ് ലൈറ്റ് എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ണിലെ ലെൻസ് വെക്കാണ്ട് തന്നെ കണ്ണിൽ കണ്ടില്ലേ ആ ഒരു ലെൻസിൻ്റെ പവർ, ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാണില്ലേ. അപ്പോൾ നമ്മൾ റീൽസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഇതിൻ്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ലൈറ്റിൻ്റെ പെർഫെക്ഷൻ ആയാലും ടെമ്പറേച്ചർ അങ്ങനത്തെ സംഭവങ്ങൾ, കളറ് ആകെ കൂടി 2 കളറുള്ളൂ. പക്ഷെ ആ ഒരു കളറ് നമ്മൾ നല്ല കളറാണ്, വൈറ്റും അതുപോലെ തന്നെ ഒരു വാം കളറുമാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റാൻഡുകളൊക്കെ നമ്മൾ മേടിക്കുമ്പോഴും വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തട്ടി മറിഞ്ഞ് വീഴുന്ന പോലത്തെ ഒക്കെ സംഭവം. അത് എമൗണ്ട് കുറവിൻ്റെതാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ ഡിജിടെക്കിൻ്റെത് ഞാനൊരു ബ്രാൻഡ് റിവ്യൂ എന്നുള്ള രീതിയിൽ അവരുടെ പ്രൊമോഷൻ അങ്ങനെയല്ല, സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിജിടെക്കിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കാം. വാല്യൂ ഫോർ മണിയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ DRL 18H നോക്കിയിട്ട് എടുക്കാൻ നോക്കാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. 4099 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പൈസക്ക് ഇത് വേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ അതുപോലെ അൺബോക്സിങ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.